Hello guys, what's up people? കൊല കൊല കൊല, എവിടെ പോക്കിയാലും കൊല. വാഴക്കൊലയല്ല കേട്ടോ, ഉണ്ണിമോഹൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ മാർക്കോയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ റിവ്യൂ ആണ്. അമ്മാതിരി വയലൻസ്, അമ്മാതിരി ആക്ഷൻ, കൊല കൊല കൊല, ചുമ്മാ കൊല്ലുവാണ് മക്കളെ. കൊലപാതകം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അമ്മാതിരി കൊല. നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടായിരുന്നു പോയി കാണണം. അമ്മാതിരി കല. പുഷ്പ, നമ്മുടെ KGF, ഒന്നുമല്ല. ഇതിനേക്കഴിഞ്ഞും വെല്ലുന്ന മാർക്കോ സൂപ്പർ ഹിറ്റ്. ഈ ക്രിസ്മസ് ഉണ്ണിമോഹൻ്റെ സിനിമ തൂക്കി എന്നേ പറയുള്ളൂ. അമ്മാതിരി പടം, എവിടെ നോക്കിയാലും കൊല, തുടക്കം മുതൽ അവസാനം വരെ കൊലപാതകം. മാതിരി ഒരു ആക്ഷപ്പടം മലയാളത്തിൽ കണ്ടിട്ടില്ല. നമ്മൾ മലയാളികളൊക്കെ തെന്നിന്ത്യൻ പടവും തെലുങ്ക് പടവും ഒക്കെ കാണുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹിച്ചു ഇമ്മാതിരി ഒരു പടം വരണം. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ആക്ഷൻ, ഒരു രക്ഷയില്ല. ഉണ്ണിമോഹൻ്റെ മഹാവിജയമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് കണ്ടിട്ട് എൻ്റെ കിളി പോയിട്ടാണ് ഞാൻ ഇതുപോലെ ഇതൊക്കെ ചെയ്തു. നിങ്ങളവർക്ക് പിന്നെ എന്നാ പറ്റിയെന്ന്. അമ്മാതിരി പടം എന്ന് പറഞ്ഞാൽ അമ്മാതിരി പടം, ഒരു രക്ഷയില്ല. മക്കളെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണും. ഫാമിലി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയത്തില്ല, ഫുൾ ആക്ഷനാണ്. ഫുൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ കൊലപാതകമാണ്. വേറെ ഒരു ഇതിൽ രക്ഷയില്ല. അമ്മാതിരി ഇതാണ് അവർ കാണിച്ചു. കണ്ടിട്ട് തന്നെ കിളി പോയി. അമ്മാതിരി പടം എന്ന് പറഞ്ഞാൽ അമ്മാതിരി പടം, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. വയലൻസ് മൂവിയാണ്. നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. അതൊന്ന് കാണുക. നമ്മളെല്ലാം മലയാളികൾ ആഗ്രഹിച്ചൊരു പടമാണ് ഇമാതിരി ഒരു ആക്ഷൻ പടം, ഇതുപോലെ ഒരു ത്രില്ലർ പടം. കഥയെന്ന് പറയുമ്പോൾ എല്ലാം കൊലയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വാഴക്കൊലയല്ല കേട്ടോ, കൊലപാതകം, ഫുള്ള് കൊല. പക്ഷെ ആ പടം അതിൻ്റെ അവസാനം രണ്ടാമത്തെ ഇത് കാണണം. എൻ്റെ പൊന്നോ, അവസാനത്തേക്കാണ് കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ഇതാണ്. ഉണ്ണിമോഹൻ്റെ നിറഞ്ഞാടിയെന്ന് ഞാൻ പറയുള്ളൂ. അമ്മാതിരി പടം. ഒരു രക്ഷയില്ല. കാണാത്തവരൊന്നെങ്കിൽ പോയി ഇന്ന് തന്നെ തിയേറ്ററിൽ പോയിക്കണം. ഞാൻ ഇന്നലെ തന്നെ ഫസ്റ്റ് ഷോ, ഞാൻ വെറുതെ ഒന്ന് പോയപ്പം കോട്ടയം വഴി പോയപ്പം കണ്ടതാണ് ഈ പടം. ആളുകളെല്ലാം ഒത്തിരി തിരക്ക്. അപ്പം ഞാനും കണ്ടു. എന്നാൽ പിന്നെ ഒന്ന് പോയി കണ്ടാക്കാന്ന് കണ്ട് പോയി കണ്ടതാണ്. കോരിത്തരിച്ചു പോയി. അമ്മാതിരി പടം എന്ന് പറഞ്ഞാൽ അമ്മാതിരി പടം, ഒരു രക്ഷയില്ല. പടം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തലമുറ കൂടുതലും യൂത്തന്മാർ കൂടുതലും ഈ ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്നവരാണ്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സ്ത്രീകൾക്ക് കുട്ടികൾക്കും അത് കാണുന്ന അത്ര ഇതല്ല. അതിൽ കുറച്ച് ഇതൊക്കെയുണ്ട്, രംഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പണി സിനിമയിലുള്ള പോലത്തെ കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സ്ത്രീകൾക്കൊക്കെ അത് ചിലപ്പോൾ ദഹിക്കത്തില്ല. പക്ഷേ ബോയ്സിന്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. മാതിരി പടം എന്ന് പറഞ്ഞാൽ അമ്മാതിരി പടം. തിയേറ്ററിൽ ഫുള്ള് കയ്യടിയായിരുന്നു, അതുപോലെ നിറഞ്ഞാടുമായിരുന്നു. ആ പടം ഹിറ്റായെന്ന് പറഞ്ഞാൽ ഹിറ്റായി. ഈ തവണത്തെ ക്രിസ്മസ് ഉണ്ണിമോഹൻ തൂക്കിയെന്നേ ഞാൻ പറയുള്ളൂ. ഒരു രക്ഷയില്ല. അമ്മാതിരി പടം. ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് തന്നെ എന്താ പറയേണ്ടതെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് എനിക്കൊരു കുറച്ച് 5 മിനിറ്റത്തേക്ക് ഞാൻ ആകെ ഉണ്ടാതായിപ്പോയി. എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ഇത് മൊത്തം ഫുള്ള് നമ്മുടെ തലയിലേക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് ആ സിനിമ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. അത് മലയാളത്തിലല്ല, ഇന്ത്യൻ സിനിമയിൽ ഇതുപോലൊരു ഭയങ്കര ത്രില്ലറായിട്ടൊരു പടം, അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്ഷൻ മൂവി, വയലൻസ് മൂവി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് പടങ്ങളൊക്കെ കാണുന്നു. പക്ഷേ നമ്മൾ മറ്റുള്ള വിദേശ പടങ്ങളൊക്കെ ഇടം പിടിക്കുന്ന ഒരു പടം. മൊത്തം കൊലയാന്നേ, വേറെ ഒന്നുമല്ല. മൊത്തം കൊലയെന്ന് പറഞ്ഞാൽ കൊല 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 തന്നെ. അതാണ് ആ മൂവിയുടെ വിജയം തന്നെ. മാതിരി നമ്മുടെ ഉണ്ണിമോഹന് 7 വർഷമായിട്ട് ഇതുവരെ ആക്ഷൻ ഒന്നും ഇല്ലാതെ ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പുള്ളി ഇതിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ടൊരു രീതി, ഒരു വ്യത്യസ്തമായ ഒരു സിനിമ അവതരിപ്പിച്ചപ്പോൾ ആ സിനിമ ജനങ്ങൾ കൈയടച്ചത്, വിജയിപ്പിച്ചത് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം. ഇനിയും ഒരുപാട് ഉയരങ്ങൾ ഇനിയും തന്നെ എത്തപ്പെടേണ്ട വ്യക്തിയാണ്. ആ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ വിമർശിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. ആ സിനിമ കണ്ട ആ സമയത്ത് ഞാൻ ഒരുപാട് പേരോട്, അവിടെ ഉണ്ടായിരുന്ന തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു,
ഈ പടം എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെയല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞു എൻ്റെ പൊന്നു ബ്രോ പൊളിച്ച് അമ്മാതിരി പടം എന്ന് എല്ലാവരും പറഞ്ഞത്. ഒരാൾ പോലും ഒരു നെഗറ്റീവ് കമൻറ്റ് അടിച്ചില്ല എന്നാണ് നമുക്ക് ആ പടത്തിൻ്റെ ഒരു ആ അതിൻ്റെ പുറകിൽ നിന്ന ആ എഫക്റ്റും ഒക്കെ ആ പടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും, ഉണ്ണിമന്തിന് മാത്രമല്ല അതിൻ്റെ നിർമ്മാതാവും പ്രൊഡ്യൂസർക്കും ഒക്കെ അതിൻ്റെ എല്ലാ ഇതിലും ഉള്ള ആളുകൾക്കെല്ലാം പങ്കുണ്ട് ആ പടം വിജയിച്ചത്. അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പോയി കാണുക കേട്ടോ. കൊല 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 വാഴക്കൊലയല്ല. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ്. കൊലപാതകം പോയി കാണുക. ഇതുപോലെ നിങ്ങളാരും ട്രൈ ചെയ്യുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇത് സിനിമയാണ്, എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അതനുസരിച്ച് കാണുക, ആസ്വദിക്കുക. അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.